ഹായ് ഫ്രണ്ട്സ്, ഓണമൊക്കെ എല്ലാവരും നന്നായി ആഘോഷിച്ചില്ലേ? ഇനി നമുക്ക് ഇന്നൊരു പോർക്ക് കറി ഉണ്ടാക്കാം. അതിനായി പോർക്ക് നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് നന്നായി കൈകൊണ്ട് മസാല എല്ലാ ഭാഗത്തും ആകുന്ന വിധം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കതിനെ കുക്കറിലിട്ട് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് അടച്ച് ഗ്യാസിൽ വയ്ക്കാം. വിസിൽ വന്ന ശേഷം അത് സിമ്മിലിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് നേരം അങ്ങനെ അത് വേവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എടുക്കാം. സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുക്കുക. അപ്പോൾ ഇഞ്ചി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം. പിന്നെ നമുക്കതിലേക്ക് സവാള ചേർക്കാം. അതെല്ലാം നന്നായി മൂത്ത് വരട്ടെ. പെട്ടെന്ന് മൂത്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് പൊടിയുപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ. അതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർക്കാം. മുളക് പൊടി, കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. കുരുമുളക് പൊടിയാണ് ഞാൻ കൂടുതലും ഇടാറ്. അത് കാരണമാണ് മുളക് പൊടി കുറച്ച് ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് മല്ലിപ്പൊടി. ഇനി അത് നന്നായി സവാളയുടെ എല്ലാ ഭാഗത്തും മസാലയാവുന്ന വിധത്തിൽ നന്നായി മിക്സ് ചെയ്യാം. നമ്മൾ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അത് പോർക്ക് വെന്ത് കഴിയുമ്പോൾ വെള്ളം ഉണ്ടാവുമല്ലോ, പിന്നെ അതിൻ്റെ നെയ്യും അതെല്ലാം നമുക്ക് ഊറ്റിക്കളയണ്ടേ. എന്നിട്ടാണല്ലോ നമ്മളത് ഈ മസാലയിൽ ചേർക്കുക. അപ്പോൾ നമുക്കതിന് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർക്കേണ്ടി വരും കേട്ടോ. പിന്നെ കുരുമുളക് പൊടി കുറച്ച് അധികം ചേർക്കും ഞാൻ. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ച് വെച്ച് പോർക്കിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് മസാലയിലേക്ക് ഇടാം. ഇനി അത് നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഗ്യാസ് സിമ്മിലിട്ട് വേവട്ടെ. നിങ്ങൾക്കൊക്കെ പോർക്ക് കറി ഇഷ്ടമാണോ? എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, മക്കൾക്ക് ഇഷ്ടമാണ്. അത് കാരണം ഞാൻ അവർക്കത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. ഇനി നമുക്കത് തുറന്ന് അതിലേക്ക് ഗരം മസാലയുടെ പൊടിയില്ലേ അത് ചേർക്കാം. പിന്നെ നമ്മൾ സാദാ ജീരകമില്ലേ അത് കുറച്ച് പൊടിച്ച് ചേർത്താൽ നല്ല സ്മെല്ലുണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. ഒന്ന് ചേർത്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾ ചേർക്കാറില്ലെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കിക്കോളൂ. ഇനി അത് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ വേപ്പില ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതിന് ഞാൻ കറിവേപ്പിലയുടെ പൊടിയാണ് അതിൽ ആഡ് ചെയ്യണത്. എല്ലാ ഭാഗത്തും മസാലയൊക്കെ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ വറ്റി ശരിയായി വന്നിട്ടുണ്ട്. ഈ പോർക്ക് കറി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോ ബ്രെഡോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പോർക്ക് കറി ഇഷ്ടമായോ? ഇനി പുതിയൊരു വീഡിയോയുമായി നാളെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.